മലപ്പുള്ളിയിൽ നടന്ന പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണ പരിപാടിയായ 100ന്റെ നിറവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വിവാദങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതിയുമുണ്ടായി. സാധാരണക്കാരനെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഭരണഘടനയുടെ ഉദ്ദേശമെന്നായിരുന്നു അന്ന് സജി ചെറിയാൻ പറഞ്ഞു വെച്ചത്. ആ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് പറയുമ്പോഴും ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് രാജ്യത്തുള്ളതെന്ന് പറഞ്ഞായിരുന്നു സജി ചെറിയാന്റെ പ്രസംഗം തുടങ്ങിയത്. ബ്രിട്ടീഷുകാർ പറഞ്ഞു തയ്യാറാക്കി കൊടുത്തത് എഴുതി വെക്കുക മാത്രമാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ മനോഹരമായ ഭരണഘടനയാണ് ഇതെന്ന് പറയാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. മതേതരത്വം, ജനാധിപത്യം, കുന്തം കൊടച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കുന്തം കൊടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭരണഘടനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം തൊഴിലാളി സമരത്തെ അംഗീകരിക്കുന്നില്ലെന്നും അതിന് കാരണം ഭരണഘടനയാണെന്നും പറഞ്ഞ സജി ചെറിയാൻ കോർപ്പറേറ്റുകളെ വളർത്തുന്നത് ഭരണഘടനയാണെന്നും കുറ്റപ്പെടുത്തി. മുതലാളിത്തം വികസിക്കുന്നതിന്റെ അടിസ്ഥാനം വിഭവ സമാഹരണമാണ്. എവിടുന്നാണ് വിഭവം സമാഹരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ അദാനിയോ അംബാനിയോ ആയി. അംബാനിയുടെ അച്ഛന്റെ അച്ഛൻ എന്തായിരുന്നു? ഇതല്ലാത്തവരായിരുന്നു, പെട്രോൾ പമ്പ് അടിക്കുന്നവരായിരുന്നു. അധ്വാന ചൂഷണം കൃത്യമായി നടന്നിട്ടുണ്ട്. ആ പ്രക്രിയ കോടതിയും പാർലമെന്റുമെല്ലാം മുതലാളിമാർക്കൊപ്പമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുതലാളിമാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. ഇന്ന് ഏറ്റവും വലിയ ധനാഢ്യൻ, സമ്പത്തുള്ളവൻ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. സ്വാഭാവികമായും ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിമയാർന്ന കാര്യം, ഇത്തരം പ്രക്രിയകൾ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, ഭരണകൂടം സ്വാഭാവികമായും ഈ പ്രക്രിയക്ക് അനുകൂലമായിരിക്കും. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഈ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാം ഉള്ളതായിരിക്കും. നേരത്തെ നടത്തിയ അന്വേഷണം പോരെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സജി ചെറിയാന്റെ വാവിട്ട വാക്കിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലേ? നാടിന്റെ പൊതുജനത്തിന്റെ പ്രതികരണം എന്താണ്? പൊതുജനം സ്പീക്കിംഗ്.